പോസ്റ്റ്മോർട്ടങ്ങളെ പ്രധാനമായും 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 1. ഫോറൻസിക് ഓട്ടോപ്സി. ഒരു മരണത്തിന്റെ വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടങ്ങളുടെ ഉദ്ദേശം. നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൊലപാതകം, അപകടം, സംശയാസ്പദമായ സാഹചര്യങ്ങളിലെ മരണം, ആത്മഹത്യ തുടങ്ങിയവയിലാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. 2. ക്ലിനിക്കൽ ഓട്ടോപ്സി. ഒരു വ്യക്തിയുടെ മരണത്തിന് നിദാനമായ രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നതിനായാണ് ഈ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. 3. അക്കാഡമിക് ഓട്ടോപ്സി. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോസ്റ്റ്മോർട്ടമാണിത്. 4. വെർച്വൽ ഇമേജിംഗ് ഓട്ടോപ്സി. ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിച്ച് ശരീരം കീറിമുറിക്കാതെ ചെയ്യുന്ന ഓട്ടോപ്സിയാണിത്. ഇന്ത്യയിൽ നടത്തപ്പെടുന്ന പോസ്റ്റ്മോർട്ടം പരിശോധനകളിൽ ഭൂരിഭാഗവും ഫോറൻസിക് ഓട്ടോപ്സി വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും മറ്റു മാറ്റങ്ങളിൽ നിന്ന് പ്രായം, ശരീരം ഛിന്നഭിന്നമായിട്ടുണ്ടെങ്കിൽ പോലും അസ്ഥികളിൽ നിന്ന് ആളുടെ ഉയരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഫോറൻസിക് സർജന് സാധിക്കും. പണ്ട് ചെയ്തിട്ടുള്ള ശസ്ത്രക്രിയകളുടെ തെളിവുകൾ, പച്ചകുത്തിയതിന്റെയും മറ്റും വിവരണം, പുകവലി, മുറുക്ക് തുടങ്ങിയ ശീലങ്ങൾ എന്നിവയെല്ലാം ശരീരത്തിൽ തെളിവുകൾ അവശേഷിപ്പിക്കും. ശരീരത്തിലെ തഴമ്പുകളിൽ നിന്ന് ജോലി, മതവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും സൂചനകൾ ലഭിക്കും. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ആന്തരിക അവയവങ്ങൾ, രക്തം, ആഹാരാവശിഷ്ടങ്ങൾ തുടങ്ങിയവയുടെ സാമ്പിളുകൾ വിശദമായ ഫോറൻസിക് പരിശോധനകൾക്കായി എടുക്കാറുണ്ട്. ഈ പരിശോധനാ റിപ്പോർട്ടുകളുടെയും പോസ്റ്റ്മോർട്ടം നടത്തുന്ന അവസരത്തിൽ പാത്തോളജിസ്റ്റ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്.